സ്വാമി അയ്യപ്പന്റെ ജന്മദിനമായ പൈങ്കുനി ഉത്രത്തിന് ഇത്തവണ പൈങ്കുനി ഉത്രം ഏപ്രിൽ 1-നാണ് വരിക. ഏപ്രിൽ 1-ന് കേരളത്തിലെ വിശ്വാസികൾ വീടുകളിൽ ചിരാത് തെളിയിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചിരുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ മുതൽ വൈകിട്ട് ഹരിവരാസനം പാടുന്നതുവരെ അത് തെളിയിക്കണം എന്നാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ. ചെങ്ങന്നൂരിൽ BJPയുടെ നേതൃത്വത്തിൽ നടത്തിയ വിശ്വാസ ജനസഭ എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിൽ പറഞ്ഞത്. വിശ്വാസികളെ നശിപ്പിക്കാൻ മുതിരുന്നവർക്കുള്ള ചിതയൊരുക്കുന്ന അഗ്നിയാണ് എന്ന് വിളിച്ചു പറയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ഏപ്രിൽ 1-ന് അയ്യൻ ജന്മജ്യോതി തെളിയും. കേരളത്തിലെ ഈ ദീപപ്രഭ മകരവിളക്കിന്റെ പ്രഭ പോലെ തെളിഞ്ഞു നിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നും സുരേഷ് ഗോപി പറഞ്ഞു. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരു കാര്യം മനസ്സിലാക്കണം, അവരൊന്നും തങ്ങളുടെ അയ്യന് മുകളിലല്ല എന്നത്. 2014 മോദിയെ കണ്ടതിന് ശേഷമല്ല തനിക്ക് അയ്യപ്പ വിശ്വാസമുണ്ടായത്. 1973 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് താൻ ആദ്യം ശബരിമലയിൽ പോയത്. അതിനുശേഷം 50-ന് മേലെ തവണ ശബരിമല ചവിട്ടിയുള്ള പെരിയസ്വാമിയാണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അൻപസ്വാമിയാണ് താൻ. പലതവണ താൻ ഇത് പറഞ്ഞപ്പോൾ ജാതീയമായി വിമർശിച്ച കോമരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരാണ് മതേതരത്വത്തിനായി പോരാടുന്നവർ. അയ്യൻ തനിക്ക് ജ്യേഷ്ഠ സഹോദരനെ പോലെയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. എന്തായാലും ഇപ്പോൾ ഈ ഒരു പ്രസ്താവന, അയ്യൻ ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് എന്ന് പറഞ്ഞത് ഒരാൾക്കും സഹിക്കാൻ പറ്റില്ല. സുരേഷ് ഗോപിയോട് ഒരല്പമെങ്കിലും ശത്രുത ഉള്ളവരെല്ലാവരും ഇതിനെയെല്ലാം എതിർക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇതിനു മുൻപ് ഒരു ദിവസം തനിക്ക് തന്ത്രി കുടുംബത്തിൽ ജനിക്കണം, അടുത്ത ജന്മം എന്നൊരു ആഗ്രഹം പറഞ്ഞിരുന്നു. അതിനെ വിമർശിച്ച് രംഗത്ത് വന്നവർ ഒരുപാട് പേരുണ്ട്. തനിക്ക് അതുപോലെ തന്നെ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിക്കണം എന്ന ഒരാഗ്രഹം പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ മനുഷ്യന്മാരാണ്, മനുഷ്യർക്ക് അവരവരുടെ ആഗ്രഹങ്ങൾ പറയുന്നതിന് എന്താണ് കുഴപ്പം എന്ന് പലരും സുരേഷ് ഗോപിയെ വിമർശിക്കുന്നവരോട് ചോദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അയ്യപ്പൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് എന്ന് പറയുന്നതും സുരേഷ് ഗോപിയോട് ഒരല്പമെങ്കിലും വിരോധമുള്ളിൽ സൂക്ഷിക്കുന്നവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അതും പറഞ്ഞ് അദ്ദേഹത്തെ അവർ വിമർശിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു പുണ്യ ദിവസമാണ് മീനമാസത്തിലെ പൈങ്കുനി ഉത്രം. ശബരിമല അയ്യപ്പ സ്വാമിയുടെ അവതാരം, ശിവപാർവതിമാരുടെ തൃക്കല്യാണം, സുബ്രഹ്മണ്യനും ദേവസേനയും തമ്മിലുള്ള തിരുമണം, ഇതൊക്കെ നടന്നതും ശബരിമലയിലും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ആറാട്ട് നടക്കുന്നതുമൊക്കെ പൈങ്കുനി ഉത്രം ദിവസമാണ്. പല കാരണങ്ങളാൽ വിശേഷപ്പെട്ട ഈ ദിവസം ഇത്തവണ ഏപ്രിൽ 1-നാണ്. 8 മഹാവ്രതങ്ങളിൽ ഒന്നാണ് പൈങ്കുനി ഉത്രം എന്ന് സ്കന്ദപുരാണം വിശേഷിപ്പിക്കുന്നുണ്ട്. സൂര്യൻ മീനരാശിയിൽ നിൽക്കുമ്പോൾ വെളുത്ത പക്ഷത്തിലെ ഉത്രം നക്ഷത്രത്തിൽ പൈങ്കുനി ഉത്രം വരുന്നു. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വരുന്ന തമിഴ് മാസമാണ് പൈങ്കുനി എന്നറിയപ്പെടുന്നത്. പൗർണമിയും ഉത്രം നക്ഷത്രം ഒത്തുവരുന്ന അല്ലെങ്കിൽ അടുത്തു വരുന്ന ഈ ദിവസം വളരെയേറെ വിശേഷമാണ്. മുരുകഭക്തർ തമിഴ്നാട്ടിൽ വളരെ പ്രാധാന്യത്തോടെയാണ് ഈ ദിവസം ആഘോഷിക്കുന്നത്. എന്തായാലും ഇത്തവണ ആ ദിവസം എല്ലാ വീടുകളിലും, എല്ലാ വിശ്വാസികളുടെ വീടുകളിലും ചിരാത് തെളിയിക്കണം എന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രസ്താവന വന്നിരിക്കുന്നത്. അത് ശബരിമല ക്ഷേത്രത്തിന് നേരെ സംഭവിച്ച ഈ ചില മൂല്യച്യുതിയുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ശബരിമലയിൽ നടന്ന കൊള്ളരുതായ്മകളുടെ ഒക്കെ അടിസ്ഥാനത്തിലും വിശ്വാസികൾ ഇവിടെ ഒറ്റക്കെട്ടാണ് എന്ന ഒരു സന്ദേശം അത് കേരള ജനതയ്ക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഏപ്രിൽ 1-ന് പൈങ്കുനി ഉത്രം ദിവസം ഉദയം മുതൽ ഹരിവരാസനം വരെ എല്ലാ വീടുകളിലും, എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും ചിരാത് തെളിയുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.